ഇന്ന് നമ്മൾ നല്ലൊരു പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് വേണ്ട ഐറ്റംസ് എല്ലാം ചേർത്ത് അമ്മച്ചിയുടേതായ സ്റ്റൈലിൽ ഒരു അടിപൊളി പനീർ മസാല അല്ലേ? അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് കഴിക്കാം അല്ലേ? അപ്പോൾ തുടങ്ങിയാലോ? തുടങ്ങാം. നമുക്ക് പാത്രം വെക്കാം. ഇതിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ: ഉള്ളി വേണം, സവോള വേണം, പച്ചമുളക് വേണം, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലിപ്പൊടി, ഇത്രയും വേണം. ഇപ്പോൾ ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റിയത് ഞാൻ മിക്സിയിലെ ജാറിലൊന്ന് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അരച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു 8 ചുമന്ന എരിയുള്ള മുളക് അത് ക്രഷ് ചെയ്തിട്ട് പിന്നെ മിക്സിയിൽ അരച്ചത്, വെള്ളം ഒഴിച്ച് അരച്ചതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിക്കും. ഇതിനകത്തോട്ട് ഇപ്പം വെള്ളം ഒഴിക്കുക. മസാലയുടെ നല്ല മണം, നല്ല സ്മെല്ലുണ്ട്. തിളച്ച് വരുന്നു. അത് തിളച്ചിട്ട് അതിനകത്തേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇടും. പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി എല്ലാം കൂടിയുള്ള പേസ്റ്റാണ് ആദ്യം അരച്ച് ഇട്ടത്. അതിനകത്തേക്ക് ചുമന്ന മുളക് ക്രഷ് ചെയ്ത് അരച്ചത് ചേർത്തു. അതിൻ്റെ കൂടെ മല്ലി ചേർത്തു. അതെല്ലാം തിളച്ച് വരുന്നുണ്ട്. കരിയാപ്പില ഇടുകയാണ്. കസ്തൂരി മേത്തി, ചെറിയ ജീരകം ഒരു നുള്ള്, കസ്തൂരി മേത്തി 1 സ്പൂൺ. കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അതിന് നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടുന്നു. മണവും ഗുണവും ഒക്കെ ഉള്ളതാണ്. പനീറിടാം. പനീർ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം പനീർ എന്തോ ആയി. റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇനി അല്പം പഞ്ചസാര ഇടുന്നു, 1 സ്പൂൺ. ഉപ്പ് മതി, പനീറിന് ഉപ്പുള്ളത്. അല്പം മല്ലിയില കൂടെ നമുക്ക്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. ചൂടുണ്ട്. പനീർ
ഇതിൽ ആ മല്ലിച്ചപ്പൊക്കെ വിതറി ഇട്ടേക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി കേട്ടോ. നമ്മുടെ അമ്മച്ചി ഉണ്ടാക്കിയ പനീർ മസാല ഒന്ന് കഴിച്ച് നോക്കാം. ചൂടുണ്ടല്ലോ അമ്മച്ചി? ചൂടുണ്ട്. സൂപ്പറാ. കസ്തൂരി മേത്തിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. കസ്തൂരി മേത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടാനുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറിയാണ്. ഈ പനീർ മസാല ഇവിടെ ഉണ്ടാക്കലുണ്ടോ? ഉണ്ടാക്കുന്നില്ല, വാങ്ങിച്ചു. ആ കറി ഉണ്ടാക്കും. ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു. അതെ അല്ലേ? ചിലർ വീട്ടിലുണ്ടാക്കാം. പനീർ ഉണ്ടാക്കും. എന്തായാലും നല്ല അതിൻ്റെ ആ ചാറിനൊക്കെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ മിക്സിംഗ് ഒക്കെ അത് വടക്കണ്ടിയിലും ഒക്കെ എല്ലാവരും റൊട്ടിക്കും. അതെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലൊരു കറിയാണ് അല്ലേ പനീർ മസാല എന്ന് പറഞ്ഞാൽ. കടയിലൊക്കെ ഭയങ്കര പൈസയാണ് പനീർ മസാലയ്ക്ക്. എന്തായാലും നല്ല ഒരു പനീർ മസാലയാണ് അമ്മച്ചി ഉണ്ടാക്കി തന്നിരിക്കുന്നത്. സൂപ്പറായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും എന്തായാലും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയിട്ടൊക്കെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതേ രീതിയിൽ ഈ മിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കുക, വിവരങ്ങൾ അറിയിക്കുക അല്ലേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം അമ്മച്ചി ഒരു ബൈ കൊടുത്തേക്കാം. ബൈ.